എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. നല്ല ആരോഗ്യത്തിന് 4 കാര്യങ്ങൾ എന്ന പുറത്തുള്ളൊരു സ്പീച്ചിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ എൻ്റെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അത് കേട്ട് ചില സുഹൃത്തുക്കൾ കുറച്ച് വിശദീകരണത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നല്ല ആരോഗ്യത്തിന് 5 കാര്യങ്ങൾ എന്നൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ മുന്നിൽ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. 5 പോയിൻറ്റും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഒന്നാമത്തെ പോയിൻ്റ്, നമ്മൾ ഒരിക്കലും മറന്നു പോവാത്ത ഭക്ഷണമാണ് അല്ലേ. നമ്മളൊരിക്കലും പറയാറില്ല തിരക്ക് കാരണം മറന്നുപോയി എന്ന് പറയാറില്ല. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകാത്ത ഭക്ഷണം ഒന്നാമത്തതാണ്. അതായത് നമുക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ 90% കാരണവും WHO പറയുന്നത് ജീവിതശൈലിയാണെന്നാണ്. അതേസമയം നാച്ചുറോപ്പതി കൺസെപ്റ്റിൽ നോക്കുമ്പോൾ 90% കാരണവും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനാണ്, അഥവാ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ കയറി വരുന്ന പ്രധാന വഴികളാണ് ഈ 5 പോയിൻ്റ് ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്ന 5 പോയിൻറ്റും നമ്മുടെ ശരീരത്തിൽ രോഗകാരണങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ എങ്ങനെ അടിയുന്നു എന്നുള്ളത് വളരെ ചുരുക്കി പറയുന്നു മാത്രം. അപ്പോൾ ഒന്നാമത് നമുക്കറിയാം നമ്മുടെ തെറ്റായ ഭക്ഷണശീലം. തെറ്റായ ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ നിരവധി തരത്തിൽ വരുന്നുണ്ട്. ഒന്ന്, ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം. രണ്ടാമത് വളരെ വൈകിയുള്ള ഭക്ഷണം. കാരണം ഇന്ന് വളരെ വൈകി രാത്രി 11-12 മണിക്കെല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം വന്നിരിക്കുകയാണ്. നമ്മൾ നാച്ചുറൽ സിസ്റ്റത്തിൽ പറയാറുണ്ട്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ വളരെ ആക്റ്റീവ് ആവുന്ന സമയം ഉച്ച സമയമാണ്. അതുകൊണ്ട് പ്രധാന ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുക. അതുപോലെ രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കരുത്. 8 മണിക്ക് മുന്നേ കഴിക്കുക. രാവിലെ 8 മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ ദഹനേന്ദ്രിയത്തിൻ്റെ ഒരു ആക്റ്റീവത മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന രീതിയാണ്. അങ്ങനെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ നമുക്ക് ഒന്ന് മലബാറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കാണാവുന്ന രീതി, രാത്രി മാത്രം തുറക്കുന്ന നിരവധി ഹോട്ടലുകളാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം പാടെ മാറിയിരിക്കുകയാണ്. പകല് ഭക്ഷണം കുറയുകയും രാത്രി അമിതമായി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, അമിതമായ ഭക്ഷണം കഴിക്കുന്നു. അമിതമായ ഭക്ഷണത്തിനനുസരിച്ച് ഇന്നെന്തില്ല, വർക്കില്ല. പണ്ട് നമ്മൾ അരവയറ് നിറയുവാൻ വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം നടന്നിരുന്നെങ്കിൽ ഇന്ന് കഴിച്ച ആ ഭക്ഷണം ദഹിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൂടുതൽ ആരോഗ്യ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത ശീലങ്ങളെ, ഈ നേരത്തെ പറഞ്ഞ ഈ വ്യത്യസ്ത ശീലങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം, അമിതമായ ഭക്ഷണം, രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ, ചേരുവ, പിന്നെ അമിതമായ എരിവ്, പുളി, പിന്നെ എണ്ണയിൽ വറുത്ത എണ്ണക്കടികൾ, പലഹാരങ്ങൾ, അതുപോലെ തന്നെ കൃത്രിമ ആഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചുരുക്കിയത് മാത്രം പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. പിന്നെ അമിതമായ ചായ, കാപ്പി പോലുള്ള പാനീയങ്ങളുടെ ഉപയോഗം നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പോകുന്നത്, നമ്മൾ ഒരിക്കലും നമുക്ക് ഒരുപാട് എക്സ്ക്യൂസ് പറയുന്നത്, സമയമില്ല അല്ലെങ്കിൽ തിരക്കാണെന്ന് പറയുന്ന പോയിൻ്റാണ്. അതായത് രണ്ടാമത്തത് വ്യായാമമാണ്. നമുക്കറിയാം നമ്മളെ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ആഹാരത്തിലുണ്ടാവുന്ന നിരവധി ടോക്സിൻസ് ആയിട്ടുള്ള, എക്സ്പെഷ്യലി എക്സസ് ആയിട്ടുള്ള ഫാറ്റ്, മിനറൽസ്, സോഡിയം പോലുള്ളതൊക്കെ ശരീരം പുറന്തള്ളണമെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യണം. പിന്നെ ഫാറ്റ് ബേൺ ചെയ്ത് പോകണമെങ്കിൽ വ്യായാമം വേണം. ഇനി ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് ബ്ലഡിലേക്ക് കൂടുന്നത് കുറയ്ക്കണമെങ്കിൽ വ്യായാമം വേണം. ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷെ വ്യായാമം ചെയ്യുന്നില്ല. അതുകൊണ്ട് തമാശയെ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് ദിവസവും വ്യായാമം ചെയ്യാൻ സമയം കിട്ടാത്ത ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യണം. കാരണം നമ്മുടെ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രാധാന്യം എന്തിനുണ്ട്, വ്യായാമത്തിനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ദിവസവും ആഹാരം കഴിക്കുന്ന പോലെ തന്നെ ഒരു ശീലമാക്കി എന്തും മാറ്റുക, വ്യായാമത്തെ മാറ്റുക. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിൻ്റ് വിശ്രമമാണ്.
വിശ്രമം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും എന്താ ഞാൻ ഫുൾ വിശ്രമം തന്നെയാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാനാണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കുറേ ഇരുന്ന് ജോലി ചെയ്താൽ മതി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും വിശ്രമം തന്നെയാണെന്നൊക്കെ ചിലപ്പോൾ ധരിക്കാം. അതല്ല ഇവിടുത്തെ വിശ്രമം. ഇവിടുത്തെ വിശ്രമം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കിട്ടണം, മനസ്സിന് കിട്ടണം, ആന്തരിക അവയവങ്ങൾ കിട്ടണം. ഓക്കെ, അപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആഹാരം കഴിക്കാതിരിക്കണം. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ആന്തരിക അവയവത്തിന് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ആമാശയമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് വിശ്രമം കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കണം. ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് വ്രതം, നോമ്പ്, അല്ലേ, ഉപവാസങ്ങളൊക്കെ മതങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മതങ്ങളൊക്കെ ജസ്റ്റ് 2500 വർഷം മുന്നേ ഉണ്ടായത്. അതിനേക്കാൾ മുന്നുള്ള സംസ്കാരങ്ങളിൽ പോലും ആരാധനയുടെ ഭാഗമായിട്ട് ആഹാരം ഉപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഗുണം ശരീരത്തിന് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല ആയുർവേദ ആചാര്യൻ വാഗ്ഭടൻ പറയുന്നുണ്ട്, ലംഘനം പരമൗഷധം. നിങ്ങൾ ആഹാരം ലംഘിക്കുന്നത് ഔഷധമായി വർത്തിക്കുന്നു എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. അത് ഉപവാസത്തെക്കുറിച്ച് അതുപോലെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം ഇൻറ്റേർണൽ റെസ്റ്റ് വേണ്ടത് കൊണ്ടാണെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ജനനം മുതൽ മരണം വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ പ്രാണശക്തി, ജീവശക്തി വിശപ്പിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ പല സമയത്ത് നമുക്ക് വിശപ്പില്ലാതായിട്ടുണ്ട്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യാറില്ല? അത് ഗൗനിക്കാറില്ല. അത് ഗൗനിക്കാതെ വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയം വളരെ സ്യൂട്ടബിളായിട്ട് പ്രാണൻ നമ്മളോട് പറയുന്ന ഒരു സമയമാണ് ഇൻറ്റേർണൽ റെസ്റ്റിന്. അത് മനസ്സിലാക്കുക. ശരിയായ വിശ്രമത്തിന് അത് നമുക്ക് വളരെ വളരെ പ്രോപ്പറായിട്ടുള്ളൊരു സമയമാണ് വിശപ്പില്ലായ്മ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഏതൊരു ജീവിയെ നോക്കിയാൽ നമുക്കറിയാം വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കില്ല. മനുഷ്യനാണ് വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആന്തരിക വിശ്രമത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ് വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുന്നത്. മറിച്ച് തീരെ പറ്റാത്ത പ്രയാസം, ചിലപ്പോൾ ഹൈലി ആസിഡിറ്റി പോലുള്ളവർക്കാണെങ്കിൽ കക്കരി, ക്യാരറ്റ്, മുസമ്പി, വാട്ടറിൻ ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളൊക്കെ കഴിച്ചിട്ട് നിൽക്കാം. നല്ല വിശപ്പ് വന്നിട്ട് കട്ടിയ ആഹാരത്തിലേക്ക് വരുന്ന ശീലമായിരിക്കും നന്നാവുക. ഓക്കെ, ഒന്നാമത്തത് ഭക്ഷണം, 2 വ്യായാമം, 3 വിശ്രമം പറഞ്ഞു. 4-മത്തത് നമ്മുടെ ചിന്തയാണ്. നമുക്കറിയാം ഇന്ന് പലരും പറയാറുണ്ട്, എന്താ പറയുക, അനാവശ്യ ചിന്ത, വേസ്റ്റ് തോട്ട് അങ്ങോട്ട് വളരെ കൂടുക. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. അവർ ലാക്ക് ഓഫ് മൈൻഡ് പവർ കൊണ്ടാണ് നമുക്ക് അമിതമായ ദേഷ്യം, അമിതമായ സങ്കടം, അമിതമായിട്ടുള്ള ടെൻഷൻസ്, ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിന് പ്രധാന കാരണത്തിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഒന്നുകിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വെറുതെ ഉത്കണ്ഠാകുലരാകുക. ഇത് രണ്ടും നമുക്ക് വേസ്റ്റാണ്. കാരണം നമുക്കറിയാം പാസ്റ്റ് ഈസ് ജസ്റ്റ് മെമ്മറി. ഭൂതകാലം ഒരു ഓർമ്മ മാത്രമാണ്. ബട്ട് വി ഹാവ് ടു സം ലെസൺ ഫ്രം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ കഴിഞ്ഞ കാലത്ത് നിന്ന് പഠിക്കാനുണ്ടാവും. പല അനുഭവങ്ങളും കഴിഞ്ഞ പോയ കാലങ്ങളിൽ പഠിക്കാനുണ്ടാവും. അത് നമ്മൾ പഠിക്കണം. പക്ഷെ അത് ബുദ്ധിപൂർവ്വം പഠിക്കണം. പക്ഷേ ഇമോഷണലി അതിങ്ങനെ നമ്മൾ വിഷമിച്ചു കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഫ്യൂച്ചറിനെ കൊണ്ട് വി ഹാവ് ടു പ്ലാൻ സംതിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിപരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം ഫ്യൂച്ചറിനെ കുറിച്ച്. പക്ഷേ ആവലാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഭാഗവും നമുക്ക് പറയാം. ഒന്ന് പാസ്റ്റ് ഈസ് ജസ്റ്റ് മെമ്മറി, ഫ്യൂച്ചർ ഈസ് ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ജസ്റ്റ് മെമ്മറിയിലേക്ക് പോയിട്ട് ടെൻഷൻ അടിക്കുന്നു, അല്ലെങ്കിൽ ഇമാജിനിൽ പോയിട്ട് ഉത്കണ്ഠാകുലരാകുന്നു. എന്താവശ്യം? നിങ്ങൾക്ക് ഈ മൂവ്മെൻ്റ് ഉള്ളൂ, പ്രസൻറ്റേ ഉള്ളൂ. പ്രസൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ നിമിഷമേ നിങ്ങൾക്കുള്ളൂ. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ നിമിഷം മാത്രമേ നമുക്കുള്ളൂ. ഈ നിമിഷമാണ് നാളെ എന്താവുന്നത്? പാസ്റ്റ് ആവുന്നത്. ഈ നിമിഷമാണ് ഇന്നലെ ഫ്യൂച്ചറായിരുന്നത്. അപ്പോൾ നമുക്ക് സത്യം എന്ത് മാത്രമേ ഉള്ളൂ? ഈ നിമിഷം മാത്രമേ. അപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലേ? എന്നാൽ ഹാപ്പി ആവുക. ഈ നിമിഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രശ്നം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം. കാരണം ഇമോഷണലി എപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവാൻ സഹായിക്കുക ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ശരിയായ ചിന്ത എന്ന് പറയുന്ന സമയത്ത് ഈ ചിന്തയിൽ പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ആർക്കും ഇല്ലാതെ പോകുന്നതാണ് ഒരുപാട് വേസ്റ്റ് തോട്ട് വരാൻ കാരണം. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചില പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. 1 ഡേ മൈൻഡ് പവർ ട്രെയിനിങ് വർക്ക്ഷോപ്പൊക്കെ ചെയ്യാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിനെ കുറിച്ച് മാത്രം. എന്താണ് മനസ്സ്, എന്താണ് ചിന്ത, എന്താണ് പിരിമുറുക്കം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ തെറ്റായ ആഹാരം കൊണ്ട് ടോക്സിൻ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ എക്സസൈസുള്ള ഫാറ്റ് മിനറൽസ് പുറത്തു പോകാതെ ശരീരത്തിൽ അക്യുമുലേറ്റ് കെട്ടിക്കിടക്കുന്നത് പോലെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് പുറത്തുനിന്ന് അകത്തോട്ടല്ല മാലിന്യങ്ങൾ വരുന്നത്. മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമുക്കൊരു ഇമോഷണൽ ഗ്ലാൻഡ് ഉണ്ട്, അഡ്രിനാലിൻ ഗ്ലാൻഡ്. ആ അഡ്രിനാലിൻ പുറപ്പെടുവിക്കുന്ന അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, സ്റ്റിറോയിഡ് പോയ വസ്തുക്കളൊക്കെ നമുക്ക് രോഗകാരണമായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് 5-ാമത്തത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഭക്ഷണം, വ്യായാമം, വിശ്രമം, ചിന്ത. ഇനി 5-ാമത്തത് ശുദ്ധമായ വായുവാണ്. ഇവിടെ ഒന്നും കൂടി ഞാനൊന്ന് ബാക്കോട്ട് പോവാണ്. ഭക്ഷണമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും നമുക്ക് 2-3 ദിവസമൊക്കെ പിടിച്ചു വെക്കാം, നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ശ്വസനവായു ഇല്ലെങ്കിൽ എത്ര സമയം പറ്റും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ശുദ്ധവായുവാണ്, ശ്വസനമാണ്. അതുകൊണ്ട് ദീർഘശ്വസനക്രിയകൾ, പ്രാണായാമങ്ങൾ ഒക്കെ ഒന്ന് വളരെ അനിവാര്യമാണ്. കാരണം അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ലഭ്യത കുറവാണ്, അതേപോലെ ശരീരത്തിലെ എക്സസൈസ് ഒന്ന് കുറവാണ്, വ്യായാമങ്ങൾ കുറയുന്നു. അതുകൊണ്ട് നമ്മുടെ ശ്വസനം പലപ്പോഴും ആക്റ്റീവ് ആവാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ബോധപൂർവമുള്ള ദീർഘശ്വസനക്രിയകളും പ്രാണായാമങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ 5 പോയിൻ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം തിരിച്ചു പിടിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.